വെൽക്കം ടു ഓൾ. നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ് റിപ്പോർട്ട് എന്താണെന്ന് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ള കാര്യം. ദെൻ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുക, ഗ്യാദർ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇൻഫോർമേഷന്റെ ബേസിൽ ഒരു ഓവറോൾ ഫോർമാറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഒരു ഓവറോൾ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക. ഒരു നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസിന്റെ ബേസിൽ എന്ത് ചെയ്യുക, ഓരോ ഇൻഫോർമേഷനും സ്യൂട്ടബിൾ ഹെഡിങ്ങിനകത്ത് കൊടുത്തിട്ട് ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക. ദെൻ ആ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റാർട്ട് ടു റൈറ്റ് ദ റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ റിപ്പോർട്ട് റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 3 സ്റ്റെപ്പിലായിട്ടാണ് എഴുതിയത്. 3 ഡ്രാഫ്റ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും പ്രിപ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക. എല്ലാ ആസ് മെനി ഇൻഫോർമേഷൻ നമുക്ക് എന്തൊക്കെയാണോ ആ റിപ്പോർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആ ഇൻഫോർമേഷൻസ് മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും. സെക്കൻഡ് ഡ്രാഫ്റ്റിനകത്ത് നമ്മൾ ഇൻഫോർമേഷനെക്കാട്ടിലും കൂടുതൽ ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ റിസർച്ചറുടെ ക്രിട്ടിക്കൽ ഇവാലുവേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ട് റീറൈറ്റ് ചെയ്യും റിപ്പോർട്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, തേർഡ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതാണ് ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. എല്ലാ പോളിഷും സെക്കൻഡ് ഡ്രാഫ്റ്റിനകത്ത് എല്ലാ പോളിഷ് വർക്കുകളും ചെയ്ത് കൂടുതൽ അട്രാക്റ്റീവും റിലയബിളും ആക്കി റിപ്പോർട്ടിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു തേർഡ് ഡ്രാഫ്റ്റ്, ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും. ദെൻ അപ്പൊ അങ്ങനെ നമ്മൾ 5 സ്റ്റേജ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി 6th സ്റ്റേജ് ആണ് എഡിറ്റിംഗ് ഓഫ് ദ ഫൈനൽ ഡ്രാഫ്റ്റ്. നമ്മൾ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്നില്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ടൈപ്പ് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പൊ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് എഡിറ്റിംഗ് നടത്തണം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ തറോലി നമ്മളത് റീഡ് ചെയ്യണം. അത് റൈറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രീ ഫ്രം എവറി മിസ്റ്റേക്ക്. അതായത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല, ഗ്രമാറ്റിക്കൽ ഇറർ ഇല്ല, അവിടെ പ്രോപ്പർ ആയിട്ട് പങ്ക്ച്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപിറ്റലൈസേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള. അപ്പൊ ഈ തരത്തിലുള്ള എല്ലാ മോഡിഫിക്കേഷനും നടത്തുന്ന സ്റ്റേജ് ആണ് എന്ത്, എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഫൈനൽ ഡ്രാഫ്റ്റിലെ എല്ലാ ഫൈനൽ ഡ്രാഫ്റ്റ്, അതായത് ആ ഫൈനൽ റിപ്പോർട്ടിനെ മിസ്റ്റേക്ക് ഫ്രീ ആക്കുക എന്നുള്ളതാണ് എന്ത്, എഡിറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ നടന്നത്. എല്ലാ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും നമ്മൾ ചെക്ക് ചെയ്യണം, എല്ലാ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്കുകളും നമ്മൾ ചെക്ക് ചെയ്യണം, പ്രോപ്പർ പങ്ക്ച്വേഷൻ കൊടുത്തിട്ടില്ലേ എന്ന് നോക്കണം. കാരണം ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓഡിയൻസിന് പോകുന്നതാണ്. പിന്നെ ക്യാപിറ്റലൈസേഷൻ, അതായത് ക്യാപിറ്റൽ വേർഡ്സ് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റിംഗ് സ്റ്റേജിനകത്ത് നോക്കണം. നമ്മൾ എഡിറ്റിംഗ് സ്റ്റേജിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അപ്പൊ ഇത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെഡിങ് ആണ്. എല്ലാ ഹെഡിങ്ങുകളും എന്താണ്, ക്യാപ്ഷനിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ക്യാപ്ഷൻ ആയിട്ട് ഒരു ഹെഡിങ് പോലെ കുറച്ചും കൂടി ബോൾഡ് ആക്കിയിട്ട് മറ്റു പാരഗ്രാഫിൽ നിന്നും വ്യത്യസ്തമാകുന്ന രീതിയിൽ ക്യാപ്ഷനിൽ നമ്മൾ എഴുതണം. പിന്നെന്താണ്, എപ്പോഴും നമ്മുടെ ടെക്സ്റ്റിന്റെ ബോഡി എന്ന് പറയുന്നത് ഡബിൾ സ്പേസ്ഡ് ആയിരിക്കണം. എപ്പോഴും ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ പേജിനകത്തും നമ്പർ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്പറിങ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ പ്രിലിമിനറീസ് എഴുതില്ലേ ഫസ്റ്റ് പേജിനകത്ത്, ഇൻട്രൊഡക്ഷൻ, അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ റോമൻ ന്യൂമറിക്കൽസിൽ വേണം ആ പ്രിലിമിനറീസ് എഴുതാനായിട്ട്. പിന്നെ വരുന്നത് ബാക്കി എല്ലാ പേജുകളും നമ്മൾ നമ്പർ ചെയ്യേണ്ടത് എന്തിലാണ്, അറബിക് ന്യൂമറിക്കൽസിലാണ്. നമ്മൾ ആദ്യത്തെ ആ പ്രിലിമിനറീസ് ഇല്ലേ, എന്താണ് ടൈറ്റിൽ പേജ്, പിന്നെ വരുന്നത് അക്നോളജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ടേബിൾ ആൻഡ് ചാർട്ട്സ് കാണിക്കുന്ന പേജ്, അതൊക്കെ നമ്മൾ റോമൻ ലെറ്ററിലാണ് നമ്പർ ചെയ്യുക. പിന്നെ അതിന്ന് നെക്സ്റ്റ് നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ മുതൽ തുടങ്ങുമ്പോഴാണ് നമ്മൾ നോർമൽ 1 2 3 അറബിക് ന്യൂമറിനകത്ത് നമ്പർ ചെയ്യുക. അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് മാർജിൻ എന്ത് ചെയ്യണം, ലെഫ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് 1.5 ഇഞ്ച് വിടണം. 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ലെഫ്റ്റ് മാർജിൻ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താണ്,
ടോപ്പിലും ബോട്ടത്തിലും 1/4 1/4 നമ്മൾ എന്ത് ചെയ്യണം, മാർജിൻ വിടണം. അപ്പോഴാണ് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നുള്ളൂ, പ്രോപ്പർ സ്പേസിങ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഫൈനൽ ഡ്രാഫ്റ്റ് വൃത്തിയാക്കുക അല്ലെങ്കിൽ അത് പ്രസന്റഡ് ഫോമിലാക്കുക എന്നുള്ളത് എഡിറ്റിംഗ് സ്റ്റേജിലാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നമ്മൾ എന്തോ ഒബ്സർവ് ചെയ്യേണ്ട സ്പെസിഫിക്കേഷൻസ് ഒക്കെ എന്താണ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എല്ലാ ഹെഡിങ്ങുകളും ക്യാപ്ഷനിലായിരിക്കണം. പിന്നെ എന്താണ്, ടെക്സ്റ്റിലെ ബോഡി ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ സ്പേസ്ഡ് ആയിരിക്കണം. പിന്നെ എന്താണ്, നമ്പറിങ് വേണം. നമ്മൾ പ്രിലിമിനറീസിന്റെ ടൈറ്റിൽ പേജ്, ടേബിൾ ഓഫ് കണ്ടന്റ്സ് നൽകുന്ന പേജുകൾ, പിന്നെ ലിസ്റ്റ് ഓഫ് ചാർട്ട്സിന്റെ ഒക്കെ പേജ്, അങ്ങനെയുള്ള പേജുകൾ റോമൻ നമ്പറിങ്ങും, നെക്സ്റ്റ് നമ്മൾ ബോഡി തുടങ്ങുന്നത് മുതൽ അറബിക് നമ്പറും വേണം ഇടാൻ. പിന്നെ വരുന്നത് എന്താണ്, പിന്നെ വരുന്ന മാർജിൻ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ലെഫ്റ്റ് മാർജിൻ എപ്പോഴും കൂടുതലായിരിക്കും, കാരണം അവിടെയാണ് ബൈൻഡിങ് അല്ലെങ്കിൽ സ്പൈറലിംഗ് ഒക്കെ വരും. അപ്പൊ അത് നോർമലി 1.5 ഒക്കെ നമ്മൾ സ്പേസ് വിടാറുണ്ട്. ടോപ്പും ബോട്ടും 1.5, പിന്നെ റൈറ്റ് സൈഡിൽ 1 ആണ് ഇടാറ്. അപ്പൊ അതൊക്കെ ഇല്ലേന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന സ്റ്റേജ് ആണ് എന്ത്, എഡിറ്റിംഗ് ഓഫ് ദ ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റിലയബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോക്യുമെന്റേഷൻ നടത്തുന്നത്. അതായത് ഈ റിസർച്ചിന്റെ സപ്പോർട്ടിംഗ് ഫാക്ട്സ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഈ ഡോക്യുമെന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡോക്യുമെന്റേഷൻ നമ്മൾ നടത്തുന്നത് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ്, നമ്മുടെ ഫാക്ട്സ്, നമ്മൾ പ്രസന്റ് ചെയ്ത ഫാക്ട്സിനെ സപ്പോർട്ട് ചെയ്യാൻ. നമ്മളിപ്പോ ഇന്നത് നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ എവിഡൻസ് കാണിക്കണ്ടേ. ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനയർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത്, അതിനകത്ത്. അപ്പൊ എന്താണ്, നമുക്ക് കിട്ടിയ ആ റിസർച്ചിലെ ഇൻഫോർമേഷൻ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് കുറച്ചും കൂടി റിലയബിൾ ആക്കുക എന്നുള്ളതാണ് ഡോക്യുമെന്റേഷന്റെ ആദ്യത്തെ പർപ്പസ്. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ, ആരൊക്കെയാണ് ആളെനെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ലെറ്റർ ഓഫ് ട്രാൻസ്മിറ്റ് ഒക്കെ വെക്കും. കാരണം എന്താണ്, ഏത് ഓർഗനൈസേഷനിലാണ് നമ്മൾ പോയി ചെയ്തത്, ആരാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തത്, പിന്നെ അതുപോലെ ഗൈഡിനുള്ള അക്നോളജ്മെന്റ്. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മളെ ആരൊക്കെയാണ്, അതൊക്കെ ഡോക്യുമെന്റേഷനിൽ വരുന്നതാണ്. അപ്പൊ നമ്മളെ ആരൊക്കെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാൻ, അത് അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ പ്രിലിമിനറീസിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ മുതൽ അങ്ങോട്ട് തുടങ്ങാം, ഫൈൻഡിങ്സോട് കൺക്ലൂഷനോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ലോ, എന്താണ്, ലെറ്റർ ഓഫ് അക്നോളജ്മെന്റും ലിസ്റ്റ് ഓഫ് ടേബിൾസ്, ലിസ്റ്റ് ഓഫ് ചാർട്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് ഡോക്യുമെന്റ്സുകൾ നമ്മൾ ഫയൽ ചെയ്യും. അത് എന്തിനാണ്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാക്ട്സുകൾ. പിന്നെ അഡീഷണൽ ഇൻഫോർമേഷൻ നമ്മൾ പറയാം, ഈ ഡോക്യുമെന്റേഷനിൽ വരുന്നതാണ് ബിബ്ലിയോഗ്രഫി. നമ്മൾ ഏതൊക്കെ ഓതറുടെ കയ്യിൽ നിന്ന് ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്, ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ബിബ്ലിയോഗ്രഫി ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് വരുമ്പോൾ നമുക്ക് ആ അഡീഷണൽ ഇൻഫോർമേഷൻ കിട്ടും. പിന്നെ ഫുട് നോട്ട്, ഏതൊക്കെയാണ് സൈറ്റേഷൻ, നമ്മൾ അങ്ങനെ തന്നെ ചില വാക്കുകൾ കോട്ട്സ് എടുത്തിട്ടുണ്ടാവും, അപ്പൊ അത് എവിടുന്നാണ് എന്നുള്ളത് ഫുട് നോട്ടിൽ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ആവും. പിന്നെ ടേബിൾ ആൻഡ് ചാർട്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് ആ റിസർച്ചിലെ റിസൾട്ടുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൊട്ടേഷൻസ്, അപ്പൻഡിക്സ്, ഇതൊക്കെ ഡോക്യുമെന്റേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഡോക്യുമെന്റേഷൻ റിസർച്ചിന്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ അഡീഷണൽ ആയിട്ട് കിട്ടും. ഫുട് നോട്ട്സ്, ബിബ്ലിയോഗ്രഫി, ടേബിൾ ആൻഡ് ചാർട്ട്സ്, കൊട്ടേഷൻസ്, ക്വസ്റ്റ്യനയർ. നമ്മളറിയാം, ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യനയർ, നമ്മളൊരു പ്രൊജക്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യനയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ, അവർ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യില്ലേ. അത് ചെക്ക് ചെയ്യുക എങ്ങനെയാണ്, അവര് ഫയൽ ചെയ്ത ആ ഡോക്യുമെന്റ് ആണ്, ക്വസ്റ്റ്യനയറിൽ നിന്നാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസിന്റെ കുറച്ച് വാരിയബിൾസ് പിക്ക് ചെയ്യുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനും എന്ത് ചെയ്യും, ഡോക്യുമെന്റേഷൻ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ പ്രസന്റ് ചെയ്ത ഫാക്ട്സിന്റെ സപ്പോർട്ട് ചെയ്യാൻ, ആ എവിഡൻസ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഡോക്യുമെന്റേഷന്റെ മെയിൻ പർപ്പസ്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തവരെ അക്നോളജ് ചെയ്യുക. പിന്നെ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് ഓരോ ആളുകളുടെയും വ്യൂസിനകത്ത്, ഫാക്ട്സിനകത്ത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഫൈൻഡിങ്സിനകത്ത് മറ്റതിൽ നിന്നും ഒരു ഡിഫറൻസ് വന്നത് എന്ന് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ബിബ്ലിയോഗ്രഫി കൊടുത്തു കഴിഞ്ഞാൽ they can read that article also and find the difference in views and facts. അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ
റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം, കാരണം അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ആ റിപ്പോർട്ട് ബ്രീഫ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് എഴുതുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ആ റിപ്പോർട്ട് എഴുതുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്യുക. ഡിഫറെന്റ് സോഴ്സ് ഓഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അതിൽ നിന്നും റിലയബിൾ സോഴ്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. റെലവെന്റ് ആയിട്ടുള്ളത് അതിനകത്ത് റിപ്പോർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓവറോൾ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യുക. ഈ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്താണ് ടൈറ്റിൽ, അങ്ങനെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക, ഒരു ഓവറോൾ ഔട്ട്ലൈൻ, ഓരോ ഇൻഫോർമേഷനും ഓരോ ഹെഡിങ്ങിന്റെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്യുക. ദെൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വി ക്യാൻ സ്റ്റാർട്ട് ടു ഡ്രാഫ്റ്റ് ദ റിപ്പോർട്ട്. അങ്ങനെ നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് 3 ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് മൂന്നാമത്തെ ഡ്രാഫ്റ്റ് എഡിറ്റ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് അതിനകത്ത് നമ്മൾ ആസ് മെനി ഇൻഫോർമേഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. അത് ചിലപ്പോൾ ബ്രീഫ് ആയിരിക്കാം, കീ വേർഡ്സുകൾ ആയിരിക്കാം, ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ സെക്കൻഡിൽ നമ്മൾ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്ത് നല്ലൊരു റിലയബിൾ അല്ലെങ്കിൽ വാരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ ക്ലിയർ ആയിട്ട് ഡിപ്പിക്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ദെൻ നമ്മൾ വീണ്ടും മോഡിഫിക്കേഷൻ നടത്തി ഒരു ഫൈനൽ ടച്ച് നടത്തി നമ്മൾ എന്ത് ചെയ്യും, തേർഡ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും. കമ്പ്യൂട്ടറിലെ വേർഡിലൊക്കെയാണ് നോർമലി പ്രിപ്പയർ ചെയ്യുക. ആ തേർഡ് ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് എഡിറ്റ് ചെയ്യും. പങ്ക്ച്വേഷൻസ് ഇല്ലേ, ക്യാപിറ്റലൈസേഷൻ ഓഫ് വേർഡ്സ് ഇല്ലേ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ ഒക്കെ നോക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഡോക്യുമെന്റേഷൻ. നമ്മൾ ഇത്ര നേരം പ്രസന്റ് ചെയ്ത ആ സംഭവത്തിന്റെ ഡോക്യുമെന്റേഷൻ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ അറ്റാച്ച് ചെയ്യും. നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ആശയങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്യും. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തവർ അക്നോളജ് ചെയ്യും. പിന്നെ നമുക്ക് ഡിഫറൻസ് ഇൻ വ്യൂസ് ഇൻഡിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വി വിൽ അറ്റാച്ച് സർട്ടൈൻ ഡോക്യുമെന്റ്സ് ടു അവർ റിസർച്ച് റിപ്പോർട്ട്. നിങ്ങൾ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പൊ ഇതിൽ ഓരോന്നും ഫുട് നോട്ട് എന്താ, ബിബ്ലിയോഗ്രഫി എന്താന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജ്, ഈ 7 സ്റ്റേജ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ ഉള്ളിൽ എഴുതാനുള്ളതും പഠിച്ചു വെക്കുക. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഈ ഫുട് നോട്ട് എന്താ, ബിബ്ലിയോഗ്രഫി എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.